ഇന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ പ്രകാശിച്ചിരിക്കുന്ന ഒരു നേതാവാണ് എ.വി. ഗണേഷ് കുമാർ സാറ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി നമ്മുടെ സാറ് സൂചിപ്പിച്ച പോലെ വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ജോയിൻ്റ് ഡയറക്ടർ കർശനമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 മാസക്കാലത്തെ സാധാരണ മീറ്റിങ്ങിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് എന്നോടൊപ്പമുള്ള എല്ലാവരും അത് സമ്മതിച്ച് നല്ല കാര്യമാണ് എന്ന് അജണ്ടയിൽ ഒപ്പിട്ട് തീരുമാനമെടുത്ത ആ വികസന സദസ്സ് എ.വി. ഗണേഷ് കുമാർ സാറ് ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് മാത്രം വിട്ടു നിൽക്കണം എന്ന് DCC പ്രസിഡൻറ്റ് കൊടുങ്കാറ്റടിച്ചാലും അനങ്ങാൻ പറയാതിരിക്കുന്ന യാതൊരു കഴിവുമില്ലാത്ത DCC പ്രസിഡൻറ്റ് ആ സമയം എന്നോട് വിളിച്ചു പറഞ്ഞു അതിൽ പങ്കെടുക്കരുത്, മാറിയിരിക്കണമെന്ന്. ഞാൻ തീർച്ചയായും അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനാണ് മിനിസ്റ്ററെ വിളിച്ചത്. ആ പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു. മിനിസ്റ്റർ പങ്കെടുത്തതിൽ നിന്നും എല്ലാം മെച്ചപ്പെട്ട പരിപാടിയായിരുന്നു ആ വികസന സദസ്സ്. അന്ന് എനിക്ക് DC പ്രസിഡൻറ്റ് ഇങ്ങനെ ബോർഡിൽ വിളിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊരു വിഷയമല്ലാതെ പോകുമ്പോൾ നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ചാക്കാലക്കുന്ന്, അതേപോലെ തന്നെ തലച്ചിറ, പിന്നെ PHCയുടെ ബാക്കിൽ കൂടെയുള്ള റോഡ്, പച്ചൂർ, ഇത്രയും റോഡുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അന്നൊരു ഫണ്ടും പല മേഖലയിലും ചോദിച്ചിട്ടും തന്നില്ല. സാറിനെ കണ്ട് ഈ ആവശ്യം പിന്നാലെ പറഞ്ഞു. അത് ഘട്ടം ഘട്ടമായി ഫണ്ടുകൾ തന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 25 ലക്ഷം രൂപ 50-ാം നമ്പർ അംഗൻവാടി തലച്ചിറയിൽ കള്ളിത്തറയിൽ ഷീറ്റ് മേഞ്ഞ അംഗൻവാടിക്കും തുക തന്നു. അങ്ങനെ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLAയും മന്ത്രിയുമായ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ ഉയർത്തി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടിയിൽ എനിക്കെതിരെ ചില പ്രയോഗങ്ങളൊക്കെ വന്നു. ഞാൻ വാർഡ് പ്രസിഡൻ്റായിരിക്കെ പണപ്പിരിവ് ഇവിടെ ഇറങ്ങി മണ്ഡലം പ്രസിഡൻറ്റും ചില പ്രവർത്തകരും നടത്തി. ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹം എവിടെ വെളുത്ത മുണ്ടിന് തടുക്കിടുന്ന ആളാണ്. എവിടെ എന്ത് കിട്ടിയാലും അവിടെയെല്ലാം ഓടിച്ചെല്ലുന്ന, വിഭാഗീയത കാണിക്കുന്നവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം 2 പ്രാവശ്യം ഇവിടെ കടന്നു വന്നു. ഇതെല്ലാം ചേർത്ത് കൊടിക്കുന്നിൽ സുരേഷ് MPക്കും DCC പ്രസിഡൻറ്റിനും ബ്ലോക്ക് പ്രസിഡൻറ്റിനും മണ്ഡലം പ്രസിഡൻറ്റിനും ഒക്കെ പലതവണ പരാതി കൊടുത്തിട്ടും നാളിതുവരെയായിട്ട് ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കായ്ക്കുന്ന മരമാണ്, പൂക്കുന്ന മരമാണ്, തുടർന്ന് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുമെന്ന് പറയുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കായ്ക്കാത്ത മച്ചുമരങ്ങൾ കടന്നു വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അവരെ തിരിച്ചറിയണമെന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞാൻ പറയുന്നു, മുട്ടിയാൽ തുറക്കുന്ന വാതിൽ എ.വി. ഗണേഷ് കുമാറിൻ്റെ വാതിൽ മാത്രമായിരുന്നു എൻ്റെ അനുഭവത്തിൽ. 42 വർഷത്തെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഇവിടെ കോൺഗ്രസ് ഇല്ലാത്ത ഈ വാർഡിൽ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയത് ഞാനാണ്. എൻ്റെ ജീവിതം പോലും മാറ്റിവെച്ച് ഞാൻ ഗൾഫിൽ പോയില്ല, മറ്റൊരു വരുമാനവും ഇല്ല. സാധാരണക്കാരനായി ഒരു കൂലിവേല ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ഞാൻ ഇവിടെ നടന്നിട്ടുണ്ട്. എനിക്ക് സീറ്റ് മേഞ്ഞ ഒരു ചെറിയ വീടുള്ളപ്പോഴും എന്നെ കാണുവാൻ ഒരു അപകടം സംഭവിച്ചു. എന്നെ കാണുവാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എൻ്റെ ആ കൊച്ചു കുടിലിൽ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ പാലുകാച്ചിന് ഞാൻ ക്ഷണിച്ചു വന്നു. അദ്ദേഹം വീണ്ടും വരാനുള്ള ഇടയായി. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം കേരള കോൺഗ്രസ് ബിയിൽ ഇന്നു മുതൽ മെമ്പർഷിപ്പ് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹവുമായി ആലോചിക്കുകയും വരുന്ന ആളുകളിൽ ഒട്ടനവധി പ്രവർത്തകരെ കൂട്ടി നമുക്ക് യോഗ നടപടികളൊക്കെ നടത്തേണ്ടി വരും. വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിൽ ഇന്നൊരു അലക്ക് കമ്പനിയായി മാറിയ ഒരു പ്രസ്ഥാനമാണ് UDF. UDFന് ഇത്തവണ യാതൊരു കാരണവശാലും തുടർ ഭരണം കിട്ടത്തില്ല. അത് LDFിൻ്റെ കരങ്ങളിൽ പോകും. തലച്ചിറ വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ഞാൻ എൻ്റെ മന്ത്രി പറയുന്നത് പോലെ, സാറ് പറയുന്നത് പോലെ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് പറയുന്ന പോലെ, സംസ്ഥാന ചെയർമാൻ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ മാധ്യമങ്ങളോട് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഇന്നു മുതൽ കേരള കോൺഗ്രസ് ബിയുടെ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്.